അമ്മു എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, എന്നോട് കെഞ്ചിട്ട് ഒരു കാര്യമില്ല, തരില്ല. ടീച്ചർ പ്ലീസ്. ആദ്യത്തെ തവണ ഇല്ല, എത്രാമത്തെ തവണയാണ്? ഒരു പ്ലേസും ഇല്ല എനിക്ക്. താൻ എന്താണ് ഈ കാണിക്കുന്നത്? മൊബൈൽ ഫോൺ ക്ലാസ്സിൽ കൊണ്ടുവരിക, എന്നിട്ട് ക്ലാസ് സമയത്തിരുന്ന് റീൽ എടുക്കുക, റീൽ കാണുക. എന്ത് അഹങ്കാരം നോക്കിക്കേ. എന്താ അമ്മ ഇത്? ടീച്ചർ ഞാൻ ഒരിക്കലും കൊണ്ടുവരില്ല ടീച്ചർ. പ്ലീസ് ടീച്ചർ, സോറി. ഇത് ആദ്യമായിട്ടാണോ? താനിത് പല തവണയായിട്ട് ചെയ്യണം. ക്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരാറുണ്ടെന്ന് കൂട്ടുകാർ പറഞ്ഞല്ലോ. ടീച്ചർ വീട്ടിലിരുന്ന് ഫോൺ നോക്കി കഴിഞ്ഞ റീൽസ് ഒക്കെ ചെയ്ത് അമ്മ വഴക്ക് പറയുന്ന ഓർത്തിട്ടാണ്. അത് ശരി. അപ്പൊ സ്കൂളിൽ എന്ത് ആവാന്നാണോ? താനൊക്കെ എന്തിനാണോ സ്കൂളിൽ വരുന്നത്? പഠിക്കാൻ തന്നെയാണോ? വന്ന് ഒരു പരീക്ഷയ്ക്ക് മാർക്കില്ലാതെയായി. വീട്ടിലറിഞ്ഞിട്ടാണോ ഈ ഫോണൊക്കെ കൊണ്ടുവരുന്നത്? അല്ല ടീച്ചർ, വീട്ടിലറിഞ്ഞ കൊല്ലും, അടിക്കൊക്കെ. അത് ശരി. അപ്പൊ ആരും അറിയാതെയാണ് ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ അല്ലേ? എന്തായാലും ഈ ഫോൺ എന്റെ ഇരിക്കട്ടെ. നാളെ പാരന്റ്സിനെ വിളിച്ചുകൊണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. അവരും കൂടി അറിയട്ടെ കുരുത്തക്കിടക്കെ. ടീച്ചർ ഞാൻ ഒരിക്കലും കൊണ്ടുപോയി സത്യം ടീച്ചർ, പ്ലീസ് ടീച്ചർ. തന്നോട് ഇത് ആദ്യത്തെ തവണയാണെങ്കിൽ ഞാൻ ക്ഷമിച്ചാൽ. ഇത് എത്രാമത്തെ തവണയാണ്? പാരന്റ്സിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ ഫുൾ ആക്കിക്കൊണ്ടുള്ള ഈ പരിപാടി ഉണ്ടല്ലോ, അത് അവരും കൂടി അറിയട്ടെ. തന്റെ ഓരോ എക്സ്ക്യൂസും കേൾക്കണ്ട. ഈ സ്കൂളിലെ റൂൾസ് എല്ലാ കുട്ടികൾക്കും ഒരുപോലെയാണ്. ഞാൻ തന്നോട് ഇപ്പൊ ക്ഷമിച്ചു കഴിഞ്ഞാൽ നാളെ മുതൽ എല്ലാ കുട്ടികളും ഇത് തന്നെ കാണിക്കില്ലേ? അതുകൊണ്ട് നാളെ പാരന്റ്സിനെ കൊണ്ടുവന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. അതിനകത്ത് ഒരു എക്സ്ക്യൂസും ഇല്ല. ടീച്ചർ പ്ലീസ് ടീച്ചർ, ഫോണൊന്നും തരൂ ടീച്ചർ. ഞാൻ ഒരിക്കലും കൊണ്ടുവരില്ല സർ. അമ്മ, ഈ ഫോണിൽ പല നല്ല കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ പഠിക്കാനുള്ളതിന് ഇത് മിസ്യൂസ് ചെയ്യല്ല വേണ്ടത്. അത് ഈ സ്കൂളിൽ കൊണ്ടുവന്നിട്ടല്ല, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം. അല്ലാതെ സ്കൂളിൽ കൊണ്ടുവന്നിട്ട് ക്ലാസ് ടൈമിലല്ല ഇതൊന്നും യൂസ് ചെയ്യേണ്ടത്. എന്തായാലും പാരന്റ്സിനെ കൊണ്ടുവന്നിട്ട് ഞാൻ ഫോൺ തരും. ഞാൻ ഇനി എന്ത് ചെയ്യും? അമ്മ ഫോൺ അന്വേഷിക്കാൻ നേരത്തെ കണ്ടില്ലെങ്കിൽ എന്റെ തൊലി ഉരിക്കും. അച്ഛനാണെങ്കിൽ സപ്പോർട്ടും ചെയ്യത്തില്ല.